ജമ്മു കാശ്മീരിലെ രജൌരി ജില്ലയിലെ ഗാംഭീർ മുക്ലാൻ പ്രദേശത്ത് ഭീകരരും സുരക്ഷാ സൈന്യം തമ്മിൽ ഏറ്റുമുട്ടൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ ആർമിയും ജമ്മു കാശ്മീർ പോലീസും സിആർപിഎഫും സംയുക്തമായി നടത്തിയ തെരച്ചിലിനിടെയാണ് ഭീകരരുമായി വെടിവെപ്പ് ഉണ്ടായത്. ഇന്റലിജൻസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യൻ സൈന്യം ഓപ്പറേഷൻ തുടങ്ങിയത്. ഇന്റലിജൻസിൽ നിന്നും വിവരം ലഭിച്ചപ്പോൾ തന്നെ പ്രദേശം സൈന്യം പൂർണ്ണമായി വളയുകയായിരുന്നു. അപ്പോഴാണ് തീവ്രവാദികൾ സൈന്യത്തിന് നേരെ വെടിവെപ്പ് നടത്തിയത്. തുടർന്ന് സുരക്ഷാ സേന പ്രദേശം പൂർണ്ണമായി വളഞ്ഞ് ഓപ്പറേഷൻ ഷെരുവാലി എന്ന പേരിൽ ശക്തമായ തിരിച്ചടി ആരംഭിച്ചു. മേഖലയിൽ വലിയ തോതിൽ വെടിവെപ്പ് തുടരുകയാണ്. പ്രദേശത്ത് കൂടുതൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. ജമ്മു കാശ്മീരിലെ രജൌരി ജില്ലയിൽ ഭീകരരും സുരക്ഷാ സേനയും തമ്മിൽ ഏറ്റുമുട്ടലിൽ ഒരു തീവ്രവാദിയെ വധിച്ചുവെന്ന വാർത്തയും പുറത്തേക്ക് വരുന്നുണ്ട്. വനത്തിൽ ഭീകരരുടെ സാന്നിധ്യത്തെക്കുറിച്ചുള്ള രഹസ്യവിവരം ലഭിച്ചതിനെ തുടർന്നാണ് സുരക്ഷാ സേന കാട്ടിൽ തിരച്ചിൽ നടത്തുന്നതിനിടെ ഭീകരർ സുരക്ഷാ സേനയ്ക്ക് നേരെ വെടിവെക്കുകയായിരുന്നു. അങ്ങനെയാണ് ഏറ്റുമുട്ടൽ ആരംഭിച്ചത്. രജൌരിയിലെ ഡോളിമർ വനങ്ങളിലാണ് ഏറ്റുമുട്ടൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. കുറഞ്ഞത് 2-3 തീവ്രവാദികൾ അവിടെ കുടുങ്ങിക്കിടപ്പുണ്ട് എന്നാണ് കരുതപ്പെടുന്നത്. തീവ്രവാദികൾക്ക് ആ വനത്തിനുള്ളിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ പറ്റില്ല. കാരണം സുരക്ഷാ സേന മൊത്തത്തിൽ തന്നെ ആ വനം വളഞ്ഞിരിക്കുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. മറ്റ് തീവ്രവാദികൾക്കായി തിരച്ചിൽ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ പ്രദേശത്ത് വൻ സന്നാഹത്തോടെ സൈന്യം പ്രത്യാക്രമണവും സംയുക്ത തിരച്ചിലും അതോടൊപ്പം തന്നെ ഓപ്പറേഷനും ആരംഭിച്ചിട്ടുണ്ട്. ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള തിരച്ചിലാണ് ഇപ്പോൾ ഇന്ത്യൻ സൈന്യം നടത്തി വരുന്നത്. ഇന്ത്യൻ ആർമി, കേന്ദ്ര റിസർവ് പോലീസ്, അതോടൊപ്പം തന്നെ ജമ്മു കാശ്മീർ പോലീസിന്റെ പ്രത്യേക ഓപ്പറേഷൻ ഗ്രൂപ്പ് എന്നിവർ സംയുക്തമായാണ് ഈ ദൗത്യം ഇപ്പോൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. രജൌരിയിലെ കനത്ത വനവും കുന്നുകളും നിറഞ്ഞ പ്രദേശത്താണ് ഭീകരർ ഇപ്പോൾ നിലയുറപ്പിച്ചിട്ടുള്ളത്. സുരക്ഷാ ഉദ്യോഗസ്ഥർ പ്രദേശം പൂർണ്ണമായും വളയുന്നു. രാവിലെ 11:30 തീവ്രവാദികളുടെ വെടിവെപ്പ് ഉണ്ടായത്. ഭീകരർ ഏറ്റവും കൂടുതൽ നുഴഞ്ഞു കയറുന്ന ഒരു ജില്ലയാണ് ജമ്മു കാശ്മീരിലെ രജൌരി എന്ന് പറയുന്നത്. നിയന്ത്രണ രേഖയ്ക്ക് സമീപം ചില സംശയാസ്പദമായ നീക്കങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതോടുകൂടിയാണ് സൈന്യം തിരച്ചിൽ ആരംഭിച്ചത്. പിന്നാലെ നുഴഞ്ഞുകയറ്റ ശ്രമമാണെന്ന് സൈന്യത്തിന് മനസ്സിലായി. ഇതോടെ ഇരുഭാഗവും തമ്മിൽ വെടിവെപ്പുണ്ടായി. അടുത്തിടെയായി നുഴഞ്ഞുകയറ്റ ശ്രമങ്ങൾ ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട് എന്ന് ഉദ്യോഗസ്ഥർ അഭിപ്രായപ്പെടുന്നുണ്ട്. എന്നാലും ഇന്ത്യൻ പ്രദേശത്തേക്ക് 1-2 തീവ്രവാദികൾ ഇങ്ങനെ നുഴഞ്ഞു കയറുന്നുണ്ട്. അത് ഭീകരരുടെ ശ്രമങ്ങൾ വലിയ രീതിയിൽ അവർ നടത്തുന്നുണ്ടെങ്കിലും ഇന്ത്യൻ സൈന്യം അതിനെ 95% ആ ശ്രമങ്ങളെല്ലാം തന്നെ വിഫലമാക്കുന്നുണ്ട്. രാജ്യത്ത് എങ്ങനെയും ആക്രമണങ്ങളും ഭീകരാക്രമണങ്ങളും നടത്താമെന്ന് പാകിസ്ഥാൻ ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിർത്തിയിൽ നിന്നും അണ്ടർഗ്രൗണ്ട് നീക്കത്തിലൂടെ ഇവർ ഇന്ത്യയിലേക്ക് തീവ്രവാദികളെ കയറ്റിവിടുന്നുണ്ട്. പക്ഷെ ആ അണ്ടർഗ്രൗണ്ടിലെല്ലാം വലിയ സുരക്ഷാ സന്നാഹങ്ങൾ, അവിടെയെല്ലാം ഒരു നിരീക്ഷണ സംവിധാനങ്ങൾ ഇന്ത്യൻ ആർമി അല്ലെങ്കിൽ ഇന്ത്യൻ സൈന്യം തന്നെ അവിടെ രൂപീകരിച്ചിട്ടുണ്ട്. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം തീവ്രവാദികളെ ഇന്ത്യ തകർക്കുന്ന ഒരു നിർണായക നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. ജമ്മുവിലെ തീവ്രവാദികളെ സഹായിക്കുന്ന വ്യക്തികളെ അവരെ സ്പോട്ടിൽ തന്നെ വെടിവെച്ച് കൊല്ലുകയും അവരുടെ വീടുകൾ തകർക്കുകയും എന്ന രീതിയാണ് ഇന്ത്യൻ സൈന്യം എടുത്തിട്ടുള്ളത്. അതിലൂടെ തീവ്രവാദികളെ സഹായിച്ചാൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന അവസ്ഥ അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ടാകുന്ന അനുഭവം ഇതായിരിക്കുമെന്ന് ജമ്മു കാശ്മീരിലെ ജനങ്ങൾക്ക് ഒരു സന്ദേശം ഇന്ത്യൻ സൈന്യം കൊടുക്കുകയാണ്.